ഹലോ, എൻ്റെ പേര് റിജോ എന്നാണ്. ഞാൻ കൊച്ചി ബേസ്ഡാണ്. ഞാൻ ഇടുക്കിയിൽ കർഷകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വേളൊന്നുമല്ല. ഇപ്പം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ, അമേരിക്ക ഇപ്പോൾ തീരുവ കൂട്ടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കർഷകരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഏലമൊക്കെ എടുക്കുമ്പോഴേക്കും അവർക്ക് പേടിയാണ്, പോവില്ലയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച വില കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് പേടിയാണ്. അപ്പോൾ നമ്മളുടെ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളൊക്കെ ഈ ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? ഞാനപ്പോൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കും അറിയില്ല എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിന്ന്. എന്നാൽ ഞാൻ പറയുകയാണ്, നമ്മളുടെ നാട്ടിൽ റിലയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു ക്യാമ്പക്കോള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കൊക്കക്കോളയും പെപ്സിയും മാറ്റിയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് മുതൽ ക്യാമ്പക്കോള കുടിക്കും. ഓക്കെ, നന്നാവണമെങ്കിൽ നമ്മുടെ നാട് നന്നാവട്ടെ. ഫസ്റ്റ് നമ്മുടെ വീട് നന്നാവണമെന്നല്ല ആദ്യം പറയുക. നമ്മുടെ വീട്, നമ്മുടെ ഇന്ത്യ ആദ്യം നന്നാവട്ടെ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പുറകിൽ ഉണ്ടാവും. കുറേ അമേരിക്കൻ കമ്പനി, കുറേ അമേരിക്കൻ പ്രൊഡക്ട്സ് വേറെയൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ബാൻ ചെയ്യണമെന്നല്ല, എന്നാലും നമ്മൾക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇമോഷൻ ഉള്ളത് കൊണ്ട് മാത്രം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിനി ക്യാമ്പക്കോള കുടിക്കാം. കോള കുടിക്കുന്നത് നല്ലതൊന്നും അല്ല കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, എന്നാലും കോള കുടിക്കുന്നവർ കൊക്കക്കോളയും പെപ്സിയും മാറ്റിയിട്ട് ഇനി ക്യാമ്പക്കോള ഒന്ന് കുടിക്കും. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ ഇതെന്താവുമെന്ന്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാമല്ലോ.